ഇപ്പോഴിതാ അഫ്ഗാനിസ്ഥാന് വേണ്ടി പാകിസ്ഥാന് വലിയ താക്കീതുമായി ഇന്ത്യ രംഗത്തെത്തിയിരിക്കുകയാണ്. പാകിസ്ഥാൻ ആസ്ഥാനമായിട്ടുള്ള ഭീകര സംഘടനകളായിട്ടുള്ള ലഷ്കർ ഇ ത്വയ്ബ, ജെയ്ഷെ മുഹമ്മദ് എന്നിവ പാകിസ്ഥാന്റെ പ്രദേശം അവരുടെ പ്രവർത്തനങ്ങൾക്കായി ഉപയോഗിക്കുന്നത് തടയാൻ ഇന്ത്യ ബുധനാഴ്ച അന്താരാഷ്ട്ര സമൂഹത്തോട് ആവശ്യപ്പെട്ടിരിക്കുകയാണ്. അഫ്ഗാനിസ്ഥാനിലെ സുരക്ഷാ സ്ഥിതികൾ ഇന്ത്യ സൂക്ഷ്മമായി നിരീക്ഷിച്ചു വരികയാണ്. ഐക്യരാഷ്ട്രസഭയിലെ ഇന്ത്യയുടെ സ്ഥിരം പ്രതിനിധി അംബാസഡർ പർവതനേനി ഹരീഷ് രാജ്യത്തെക്കുറിച്ചുള്ള ചർച്ചയ്ക്കിടെ UN സുരക്ഷാ കൗൺസിലിൽ പറഞ്ഞിരിക്കുകയാണ്. ഐക്യരാഷ്ട്രസഭ സുരക്ഷാ കൗൺസിലിൽ നിയുക്തമാക്കിയ സ്ഥാപനങ്ങളും വ്യക്തികളും ISIL, അൽ ഖ്വയ്ദ, ലഷ്കർ ഇ ത്വയ്ബ, ജെയ്ഷെ മുഹമ്മദ് എന്നിവയുൾപ്പെടെയുള്ള അവരുടെ അനുബന്ധ സംഘടനകളും അവരുടെ പ്രവർത്തനങ്ങൾക്ക് സൗകര്യമൊരുക്കുന്നവരും ഇനി അഫ്ഗാൻ പ്രദേശം തീവ്രവാദ പ്രവർത്തനങ്ങൾക്കായി ഉപയോഗിക്കുന്നില്ലെന്ന് ഉറപ്പാക്കാൻ അന്താരാഷ്ട്ര സമൂഹം അവരുടെ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കണം എന്നാണ് ഇന്ത്യ പറഞ്ഞിരിക്കുന്നത്. പാകിസ്ഥാനെ വ്യക്തമായി പരാമർശിച്ചുകൊണ്ടാണ് അദ്ദേഹം ഇക്കാര്യം പറഞ്ഞിരിക്കുന്നത്. ഇന്ത്യയും അഫ്ഗാനിസ്ഥാനും തമ്മിൽ ആഴത്തിലുള്ള നാഗരിക ബന്ധമുണ്ടെന്നും യുദ്ധഭീതിയിൽ തകർന്ന രാജ്യത്ത് സമാധാനവും സ്ഥിരതയും തിരികെ കൊണ്ടുവരുന്നത് കാണുന്നതിൽ ന്യൂഡൽഹിക്ക് അത്യധികമായിട്ടുള്ള താല്പര്യമുണ്ടെന്നും ഹരീഷ് പറഞ്ഞു. അഫ്ഗാനിസ്ഥാനിൽ അന്താരാഷ്ട്ര പ്രാദേശിക സഹകരണത്തിൻ്റെ ആവശ്യകതയും അദ്ദേഹം ഊന്നിപ്പറഞ്ഞു. ഇതാദ്യമായിട്ടാണ് അഫ്ഗാനിസ്ഥാന് വേണ്ടി പാകിസ്ഥാനെ എതിർത്തുകൊണ്ട് ഒരു രാജ്യം രംഗത്തെത്തുന്നത് എന്നുള്ളതും വളരെ ശ്രദ്ധേയമായിട്ടുള്ള കാര്യമാണ്. അഫ്ഗാനിസ്ഥാനുമായി ബന്ധപ്പെട്ട പ്രധാന വിഷയങ്ങളിൽ അന്താരാഷ്ട്ര പ്രാദേശിക സമവായത്തിൻ്റെയും സഹകരണത്തിൻ്റെയും പരമപ്രധാനമായിട്ടുള്ള പ്രാധാന്യത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. രാജ്യത്തെ സമാധാനം, സ്ഥിരത, വികസനം എന്നിവ പ്രോത്സാഹിപ്പിക്കുന്നതിന് എല്ലാ പ്രസക്ത കക്ഷികളുമായും സജീവമായി ഇടപെടുന്നു. ദോഹയിലും മറ്റ് പ്രാദേശിക വേദികളിലും നടക്കുന്ന UN യോഗങ്ങളിൽ ഞങ്ങളുടെ പങ്കാളിത്തം ഞങ്ങളുടെ ശ്രമങ്ങളെ പ്രതിഫലിപ്പിക്കുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. വിദേശകാര്യമന്ത്രി S ജയശങ്കർ, അഫ്ഗാനിസ്ഥാന്റെ ആക്ടിംഗ് വിദേശകാര്യമന്ത്രി അമീർ ഖാൻ മുത്തഖിയുമായി 2 തവണ സംസാരിച്ചതായി പ്രതിനിധി ചൂണ്ടിക്കാട്ടി. ഏപ്രിൽ 22-ന് പഹൽഗാമിൽ നടന്ന ഭീകരാക്രമണത്തെ കാബൂൾ ശക്തമായി അപലപിച്ചതിനെയും അദ്ദേഹം സ്വാഗതം ചെയ്തിട്ടുണ്ട്. അഫ്ഗാനിസ്ഥാന്റെ വീണ്ടെടുക്കലിന് പ്രോത്സാഹനങ്ങളുടെയും സമ്മർദ്ദത്തിൻ്റെയും മിശ്രിതം ആവശ്യമാണെന്ന് ഹരീഷ് കൗൺസിലിനോട് പറഞ്ഞു. ശിക്ഷാ നടപടികൾ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് ആവശ്യമുള്ള ഫലങ്ങൾ കൈവരിക്കാൻ സാധ്യതയില്ല. സംഘർഷാനന്തരമുള്ള മറ്റ് സന്ദർഭങ്ങളിൽ ഐക്യരാഷ്ട്രസഭയും അന്താരാഷ്ട്ര സമൂഹവും കൂടുതൽ സൂക്ഷ്മമായ സമീപനങ്ങളാണ് സ്വീകരിച്ചിട്ടുള്ളത്. ഇത്രയും വലിയ ആവശ്യമുള്ള തങ്ങളുടെ ജനങ്ങളെ പിന്തുണയ്ക്കുന്നതിന് ഇതുവരെ ഉപയോഗിക്കാത്ത നയ ഉപകരണങ്ങളുള്ള ഒരു പുതിയ സമീപനം അഫ്ഗാനിസ്ഥാന് വേണ്ടിയും UN ഉപയോഗിക്കണമെന്നാണ് ഇപ്പോൾ ഇന്ത്യ പറഞ്ഞിരിക്കുന്നത്. പതിവ് പോലെ കാര്യങ്ങൾ എന്ന സമീപനത്തിനെതിരെ അദ്ദേഹം മുന്നറിയിപ്പ് നൽകി. പതിവ് പോലെ അഫ്ഗാനിസ്ഥാനിൽ കാര്യങ്ങൾ നടത്തരുത്, അത് നിലവിലുള്ള സ്ഥിതി നിലനിർത്തുക മാത്രമേ ചെയ്യുകയുള്ളൂ എന്നും അഫ്ഗാൻ ജനതയുടെ പ്രതീക്ഷകൾ നിറവേറ്റുന്നതിൽ പരാജയപ്പെടുമെന്നും അദ്ദേഹം പറയുന്നുണ്ട്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.